നിങ്ങൾക്ക് ഏവർക്കും ജോബ്സ് ഓൺ ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2023 കേരള PSC വിളിച്ചിട്ടുള്ള 535/2023 കാറ്റഗറി നമ്പറുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിനെ കുറിച്ചാണ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു ഈ വിജ്ഞാപനം. ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും ഇതിൽ. എന്നാൽ കോമ്പറ്റീഷൻ തീരെ ഇല്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറി അല്ല. ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത്. അതുമാത്രമല്ല, ഇതിനൊരു ഒരു പ്രത്യേകതയും കൂടെ ഉള്ളത്, ഇത് വേറെ 2 സ്റ്റേജിലായിട്ട് പ്രിലിംസും മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാമിന് പ്രിലിംസ് എക്സാം ഇല്ല, മെയിൻസ് എക്സാമും ഇല്ല, ഒറ്റ എക്സാമാണ്. ഒരു എക്സാമിലൂടെ ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റ് ഇടുക. നിങ്ങളിത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലിസ്റ്റിലേക്ക് വരാൻ പറ്റുന്നതാണ്. അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ ആ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അത് നമ്മുടെ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിൽ 5 സെക്ഷനായിട്ടാണ് അവിടെ ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പൊതുവിജ്ഞാനവും, രണ്ടാമത്തേത് കറണ്ട് അഫെയർസുമാണ്. ആദ്യത്തെ ജനറൽ നോളജിന് 40 മാർക്കും, അതുപോലെ കറണ്ട് അഫെയർസിന് 20 മാർക്കും, സയൻസിന് 10 മാർക്കും, അതുപോലെ പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക്, ലഘുഗണിതത്തിനും അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധനയിലും 20 മാർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ പൊതുവിജ്ഞാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ, അവയൊക്കെയാണ് ഈ 5 മാർക്കിൽ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മെയിൻ ഇഷ്യൂസ്, നമ്മുടെ യുദ്ധങ്ങൾ, 5 ഇയർ പ്ലാൻ, അതുപോലെ നമ്മുടെ പല മേഖലകളിലുള്ള പുരോഗതികളും നേട്ടങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതും 5 മാർക്കാണ് ആ സെക്ഷനിൽ നിന്നും കേരള PSCയിൽ ഇട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തേത് നമ്മുടെ ഒരു പൗരൻ്റെ അവകാശവും കടമയും, ഇന്ത്യൻ ഭരണഘടന, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുമാണ് 5 മാർക്കിന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷത, അതിർത്തി, അതുപോലെ ഇന്ത്യയുടെ ബേസിക്സ് ആണ് പിന്നെ 5 മാർക്കിനുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യ വരുമ്പോൾ കേരളം വരണമല്ലോ. അപ്പോൾ കേരളം, ഭൂമിശാസ്ത്ര, അതിൻ്റെ ബേസിക്സ്, നമ്മുടെ നദി, കായൽ, നമ്മുടെ വൈദ്യുതി പദ്ധതികൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, അതെല്ലാം കൂടി ചേർത്ത് മത്സ്യബന്ധനം, കായികം, പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിന് 10 മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, അതുപോലെ നവോത്ഥാന നായകന്മാർ, ഇവരെക്കുറിച്ചും 5 മാർക്കിന് ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയെ ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് 5 മാർക്കാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പൊതുവിജ്ഞാനം എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഉള്ളത് നമ്മുടെ കറണ്ട് അഫെയർസ് ആണ്. അത് 20 മാർക്കിലാണ്. അത് ആനുകാലിക വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കും. അത് കായികത്തെക്കുറിച്ചാവാം, സാഹിത്യമാവാം, എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് സയൻസാണ്. സയൻസിൽ ആദ്യത്തെ ജീവശാസ്ത്രത്തിൽ 5 മാർക്കാണ് പറയുന്നത്. അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതുപോലെ നമ്മുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസ്, അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കാം. പിന്നെ കേരളത്തിലെ പ്രധാന കാർഷിക വിളകൾ, അതുപോലെ വനങ്ങൾ, വിഭവങ്ങൾ, സാമൂഹ്യ വനവൽക്കരണം, അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ബയോളജിയിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും കൂടി ചേർന്നിട്ടാണ്. അത് 5 മാർക്കിനാണ്. അതിലെ ആറ്റത്തിൻ്റെ ഘടന, അയിരുകൾ, അതുപോലെ ധാതുക്കൾ, മൂലകങ്ങൾ, അതിൻ്റെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്, പിന്നെ ദ്രവ്യം, പിണ്ഡം, പ്രവൃത്തി, ഊർജം, പിന്നെ ഈ ഊർജത്തിൻ്റെ പരിവർത്തനം, താപം, ഊഷ്മാവ്, അതുപോലെ തന്നെ ശബ്ദം, പ്രകാശം, പിന്നെ സോളാർ സിസ്റ്റം, പിന്നെ നമ്മുടെ ഈ പ്രകൃതിയിലെ തന്നെ ചലനങ്ങൾ, ബലങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഈ ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്തുനിന്ന് വരുന്നത്. അതിന് 5 മാർക്കാണ് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യമാണ്. അത് 10 മാർക്കിനാണ് വരുന്നത്. അതിന് നമ്മൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതുപോലെ നമ്മുടെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും, പിന്നെ ജീവിതശൈലി രോഗങ്ങളും, പിന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് അത് വരുന്നത്. അതിനും 10 മാർക്കാണ് വരുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് മാത്സാണ്. മാത്സിന് 10 മാർക്കാണ് പറയുന്നത്.
അതിൽ നമ്മുടെ നമ്പറിൻ്റെ ബേസിക്സും അതുപോലെ HCF LCM, ഭിന്നസംഖ്യ, ഡെസിമൽസ്, പിന്നെ വർഗം, വർഗമൂലം, ആവറേജ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ടൈമും ഡിസ്റ്റൻസും അതിനെക്കുറിച്ചും പ്രോബ്ലംസ് ഒക്കെ വരുന്നതാണ് മാത്സിൽ. പിന്നെ നമ്മുടെ മെൻ്റൽ എബിലിറ്റിയാണ്. അത് നമ്മൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ ശ്രേണി, അതുപോലെ സമാന ബന്ധങ്ങൾ, പിന്നെ ഒറ്റയനെ കണ്ടുപിടിക്കുക, തരം തിരുത്തുക, പിന്നെ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, പിന്നെ ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൽ 10 മാർക്കാണ് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് LGSൻ്റെ സിലബസ്. വളരെ സിമ്പിളായിട്ടുള്ള സിലബസാണ്, എന്നാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സിലബസും കൂടിയാണ്. സോ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. സോ താങ്ക് യു, ബൈ.